ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതി ദർശനയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് വിഷു ആഘോഷിക്കാൻ വേണ്ടി പ്രിയൻ്റെ വീട്ടിലേക്ക് പർദ്ദയൊക്കെ ഇട്ട ശേഷമാണ് വരുന്നത്. ശോഭയ്ക്ക് ഒരു സംശയവും വരാതിരിക്കാൻ വേണ്ടി മുഖമൊക്കെ മറച്ച ശേഷമാണ് പാർവതി എത്തിയിട്ടുള്ളത്. അങ്ങനെ ദർശനയും പ്രിയയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശോഭ പറയണേ, എന്നിട്ട് അവരോട് ഇരിക്കാൻ പറയണേ, എന്നിട്ട് പറയണേ കത്രീനയും ഇരിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവരങ്ങ് ഞെട്ടിപ്പോവാണ്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പാർവതി ഇരുന്ന് കഴിഞ്ഞാൽ പാർവതിയുടെ മുഖം ശോഭ കാണുമല്ലോ, എന്ത് ചെയ്യും എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോൾ പെട്ടെന്ന് ദർശന പറഞ്ഞു, അയ്യോ അമ്മേ, എന്തിനാണ് ഇനി ഇങ്ങനെ അയ്യോ എന്ന് ഉറക്കെ വിളിക്കുന്നത്? അല്ല അമ്മേ, കത്രീന ഭക്ഷണം കഴിക്കാനിരുന്നാൽ അവളുടെ മുഖം കാണില്ല, അതാണ് ഞാൻ വിളിച്ചത്. ഓ, അത് ശരിയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് പാർവതി പറയണ, ഇനി എനിക്ക് വ്രതമാണ്. വ്രതമോ എന്നങ്ങ് ചോദിച്ചു. അല്ല, പിന്നെ നോമ്പ്. അപ്പോൾ പ്രിയനൊരു ആശ്വാസമാവാണ് പെട്ടെന്ന് പാർവതി നോമ്പ് എന്ന് പറഞ്ഞത് കൊണ്ട്. അപ്പോൾ എനിക്കത് കഴിക്കാൻ കഴിയില്ല, നിങ്ങൾ എന്തായാലും ഇരിക്കും, ഞാൻ നിങ്ങൾക്ക് വിളമ്പി തരാമെന്ന് പറയട്ടോ. അങ്ങനെ പാർവതി അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ശോഭയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് പാർവതിക്ക് തുമ്മൽ വരികയാണ്. അപ്പോൾ തുമ്മിയ ഉടനെ തന്നെ അയ്യപ്പ എന്നങ്ങ് വിളിക്കുക കേട്ടോ. അതോടുകൂടി ശോഭയ്ക്ക് അങ്ങ് സംശയം വരികയാണ്. എന്താ നീ വിളിച്ചത്? അയ്യപ്പ എന്നോ? അപ്പോൾ നീ മുസ്ലിം അല്ലേ, എന്നിട്ട് എന്താ അയ്യപ്പ എന്ന് വിളിച്ചത്? അപ്പോൾ പെട്ടെന്ന് പ്രിയൻ അങ്ങ് പതറുകയാണ്. അപ്പോൾ പ്രിയൻ, അയ്യോ അത് അമ്മേ എന്ന് പറയുമ്പോൾ എന്താടാ എന്ന് ചോദിക്കുക. ഒന്നുമില്ല, നീ തന്നെ പറഞ്ഞു കൊടുക്ക് എന്ന് പാർവതിയോട് പറയാണ്. അപ്പോൾ കത്രീന, നീ തന്നെ പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പാർവതി പറയണ, അത് പിന്നെ എനിക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ അസുഖം വന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ളവർ നേർന്നതാണ്. അങ്ങനെയാണ് അയ്യപ്പൻ്റെ അടുത്ത് കൊണ്ടുപോകാനും അങ്ങനെയൊക്കെയാണ് എൻ്റെ അസുഖം മാറിയത്. അതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ അയ്യപ്പനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ളത് എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞങ്ങ് പാർവതി ശോഭയിൽ നിന്നും അങ്ങ് രക്ഷപ്പെടട്ടോ. അങ്ങനെ ശോഭ അത് വിശ്വസിക്കുകയാണ്. അപ്പോൾ പ്രിയനും ദർശനയ്ക്കും അത് ആശ്വാസമാവാണ്. പെട്ടെന്ന് പാർവതിക്ക് വരുന്ന ആ നുണ കണ്ട്, നുണ പറയുന്നത് കേട്ട് പ്രിയൻ തന്നെ അതിശയിച്ചു പോവാണ്. അങ്ങനെ പാർവതി 3 പേർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കട്ടോ. അങ്ങനെ പ്രിയൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്ത് ശോഭ പറയണ, വരട്ടെ പ്രിയ, നീ കഴിക്കല്ലേ, ഇതിൽ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഏതാണെന്നുള്ളതും കത്രീന ഉണ്ടാക്കിയ ഭക്ഷണം ഏതാണെന്നുള്ളത് നീ പറയണം. അതോടുകൂടി പ്രിയൻ അങ്ങ് കുഴഞ്ഞു പോവുകയാണ്. അപ്പോൾ പ്രിയൻ പറയണ, അമ്മേ വിശന്നിട്ട് വയ്യ, ഈ സമയത്ത് തന്നെ വേണോ അമ്മയുടെ ഈ ഒരു പരീക്ഷണം? ഇപ്പം തന്നെ ഒരുപാട് വഴുകി, അത് പറ്റില്ല. ഞാൻ ഉണ്ടാക്കിയത് ഏതാണെന്നുള്ളതും കത്രീന ഉണ്ടാക്കിയത് ഏതാണെന്നുള്ളതും നീ പറഞ്ഞേ പറ്റൂ. അതോടുകൂടി ദർശന ചെവിയിൽ സ്വകാര്യത്തിൽ പറയണേ, അമ്മ പരീക്ഷിക്കുകയാണ് ഏട്ടനെ, നന്നായുള്ളൂ, ഇനി ഇതിൽ പെടും, എന്ത് ചെയ്യും? നിങ്ങൾക്കിടയിൽ ഒന്നുമില്ല എന്നൊക്കെയല്ലേ നീ പറയാറുള്ളത്, പക്ഷേ നീയും പാർവതിയും അമ്മയും ഇതുപോലെ തന്നെ ജീവിതകാലം മുഴുവനും ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി പ്രിയന് പെട്ടെന്ന് തരിപ്പിൽ കയറുകയാണ്. അങ്ങനെ പ്രിയൻ പെട്ടെന്ന് അങ്ങ് ചുമക്കുകയാണ് കേട്ടോ. അപ്പോൾ ശോഭ പറയണ, എന്താണ് ഇനി അവൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തത്? എന്തോ പറഞ്ഞത് കേട്ടല്ലേ അവനിപ്പോൾ തരിപ്പിൽ കയറിയത്? എന്താ, വെള്ളം എടുത്ത് കൊടുക്കുക എന്ന് പറയട്ടെ. അങ്ങനെ പാർവതി വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ വെള്ളം കൊടുക്കുന്ന ആ സമയത്ത് പാർവതി പ്രിയൻ്റെ ചെവിയിൽ സ്വകാര്യത്തിൽ പറയുകയാണ്. ശോഭ കാണാതെ ശോഭ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോൾ ഇലയിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ആ കൃത്യസമയത്താണ് പാർവതി പറയുന്നത്, ഇതിൽ ഞാൻ ഉണ്ടാക്കിയത് 2 സാധനങ്ങളുള്ളൂ, അത് ഇന്ന സാധനങ്ങളാണ്, ബാക്കിയെല്ലാം ഉണ്ടാക്കിയത് പ്രിയ ചേട്ടൻ്റെ അമ്മ തന്നെയാണ്. അത് കേട്ടപ്പോൾ പ്രിയന് ആശ്വാസമാവാണ്. അങ്ങനെ പ്രിയം ധൈര്യത്തോടു കൂടി ശോഭയോട് പറയണം, അമ്മ ഉണ്ടാക്കിയത് ഏതാണെന്നുള്ളത് ഞാൻ ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് അമ്മയ്ക്ക് പറഞ്ഞു തരാം. എൻ്റെ അമ്മയുടെ കൈപുണ്യം മറ്റാരുണ്ടാക്കിയാലും കിട്ടില്ല എന്നൊക്കെ പുകഴ്ത്തിയിട്ടാണ് പ്രിയൻ സംസാരിക്കുന്നത്. അപ്പോൾ ശോഭ, മതിയടാ നിൻ്റെ പുകഴ്ത്തിലൊക്കെ, നീ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഏതാണെന്ന് നീ ആദ്യം കണ്ടുപിടിച്ച് പറ. അങ്ങനെ പ്രിയം ഭക്ഷണം ഓരോന്നിടത്ത് കഴിക്കുകയാണ്. എന്നിട്ട് പറയണേ, ഇത് അമ്മ ഉണ്ടാക്കിയതാണ്, ഇത് അമ്മ ഉണ്ടാക്കിയാണ്, ഇത് കത്രീന ഉണ്ടാക്കിയതാണ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ശോഭയ്ക്ക് സന്തോഷമാവാൻ കേട്ടോ. എന്നിട്ട് പറയണേ, പ്രിയം പുകഴ്ത്താൻ വേണ്ടി ശോഭയോട് പറയണ, എൻ്റെ അമ്മ ഉണ്ടാക്കിയതിൻ്റെ 7 അയലത്ത് വരില്ല, മറ്റാരുണ്ടാക്കിയാലും എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം അത്രയ്ക്കുണ്ട് എന്ന് പറയുമ്പോൾ, മതിയടാ നീ എന്നെ പുകഴ്ത്തിയത്, എന്നെ കത്രീന ഉണ്ടാക്കിയതാണ് ആ പായസവും ആ ഭക്ഷണവും, അത് രണ്ടും അടിപൊളിയാണെന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായി. കാരണം ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് മനസ്സിലാവും, അത് കണ്ടാൽ തന്നെ അത് സ്വാദുണ്ടോ ഇല്ലയേ എന്നുള്ളതൊക്കെ. ഇതിപ്പോൾ നല്ല സ്വാദുണ്ട് എന്നുള്ളത് എനിക്കറിയാം, നീ എന്നെ സോപ്പിടാൻ വേണ്ടിയല്ലേ പറയുന്നത്? ഈ 2 വിഭവത്തിനേക്കാളും
കൂടുതൽ ഞാൻ ഉണ്ടാക്കിയതാണ് ടേസ്റ്റ് എന്നൊക്കെ നീ എന്നെ സോപ്പിടാൻ വേണ്ടി പറയുകയല്ലേ? എനിക്കറിയാം ഈ പെൺകുട്ടി ഉണ്ടാക്കിയ ഈ 2 വിഭവവും നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. എന്നെക്കാളും രുചിയോട് കൂടിയാണ് അവൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ്. ഈ പായസവും ഈ വിഭവവും ഞാൻ ഉണ്ടാക്കിയാൽ ഇത്രയ്ക്ക് സ്വാദല്ല, അത്രയ്ക്ക് സ്വാദോടു കൂടിയാണ് ഈ പെൺകുട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടി കൈപുണ്യവും അന്ന് ഇവിടേക്ക് വന്നില്ലേ, നീ അന്ന് നിൻ്റെ അച്ഛൻ്റെ ചടങ്ങിലേക്ക് നിൻ്റെ കമ്പനിയിൽ നിന്ന് കുറേ പേരെ കൊണ്ടുവന്നില്ലേ, അതിൽ ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി ഉണ്ടാക്കിയ അതേ കൈപുണ്യം തന്നെയാണ് ഇവളുടേതും. അത് കേട്ടതോടുകൂടി ദർശനയും പ്രിയനും പാർവതി ഇട്ടിപ്പോവാണ്. അപ്പോൾ ദർശന ചോദിക്കാണ്, അമ്മ ആരെയാണ് ഉദ്ദേശിച്ചത്? ആ പാർവതിയാണ്. ആ അതെ, അവളെ തന്നെ. അപ്പോൾ ഒരു വെറുപ്പോട് കൂടിയാണ് ശോഭ പാർവതിയുടെ പേര് പറയുമ്പോൾ അത്ര പോലും പേര് പറയാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പാർവതിക്കാണെങ്കിലോ എന്നോട് അമ്മയ്ക്ക് നല്ല ദേഷ്യമുണ്ട് ഇപ്പോഴും എന്നുള്ള ഭാവത്തിലാണ് സങ്കടത്തോടു കൂടി പാർവതി നോക്കുന്നത്. എന്നിട്ട് ശോഭ പറയണേ, പാർവതിയുടെ കൈപുണ്യം അത് പറയാതിരിക്കാൻ കഴിയില്ല, നല്ല ടേസ്റ്റാണ്, ആ പെൺകുട്ടി എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാണ് എന്ന് പറയട്ടോ. അങ്ങനെ ശോഭ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ പ്രിയം പായസം എടുത്ത് കുടിക്കുകയാണ്. എന്നിട്ട് പാർവതിയോട് കണ്ണിറുക്കി കാണിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്, അപാര രുചിയായിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോൾ പാർവതിക്ക് അത് സന്തോഷമാവാണ്. അങ്ങനെ 3 പേരും കൂടി സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. എന്നിട്ട് പാർവതി പറയാണ് ശോഭയോട്, അമ്മയെക്കുറിച്ച് ഓർത്ത് അഭിമാനമുണ്ട്. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അമ്മയുടെ ഭർത്താവ് മരിച്ചിട്ടും ഈ 2 കുട്ടികളെയും അമ്മ നല്ലതുപോലെയാണ് വളർത്തി വലുതാക്കിയത്. അതിന് കാരണം ഞാനല്ല കത്രീന മോളെ, അതിന് കാരണം പ്രിയനാണ്. ഇവരുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് പ്രിയന് 19 വയസ്സാണ്. ഇവരുടെ അച്ഛൻ പോയ ശേഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആരോടും അധികം സംസാരിക്കാതെയും ഇടപഴകാതെയും ഇരിക്കുന്ന സമയത്ത് പ്രിയനാണ് എന്നെ എപ്പോഴും ഓരോ വേലത്തരങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ ചിരിപ്പിക്കാനും എന്നെ ദേഷ്യം പിടിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നത്. അപ്പോഴേക്ക് എനിക്ക് ഇവനോട് നല്ല ദേഷ്യമാണ് വരിക. കാരണം ഇവൻ്റെ അച്ഛൻ ഇല്ലാത്ത ആ വിഷമത്തിലിരിക്കുമ്പോൾ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഇവനോട് വെറുപ്പ് തോന്നിയിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ടെൻഷനായി ഇരിക്കാതിരിക്കാൻ വേണ്ടി അവൻ്റെ അച്ഛനെക്കുറിച്ച് മാത്രം ഓർത്തിരുന്ന് വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയുള്ള വേലത്തരങ്ങൾ ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായത്. ഇവൻ്റെ പ്രായത്തിലുള്ള എല്ലാ മക്കളും ആ സമയത്ത് കറങ്ങണം, അവർക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കണം, അങ്ങനെയുള്ള ചിന്താഗതിയോട് കൂടിയാവും നടക്കുക. പക്ഷേ എൻ്റെ മോൻ അങ്ങനെയല്ല ചെയ്തത്. അമ്മയോടൊപ്പം തന്നെ നിന്ന് അമ്മയുടെ വിഷമവും പ്രയാസവും മനസ്സിലാക്കി എന്നെ ആശ്വസിപ്പിക്കാനാണ് എൻ്റെ മോൻ ചെയ്തത്. ഇവൻ്റെ അച്ഛൻ ഒരാളുടെ കയ്യിൽ നിന്നും മരിക്കുന്നതിൻ്റെ മുന്നേ 50,000 രൂപ വാങ്ങിയിരുന്നു. അയാൾ പെട്ടെന്ന് വന്ന് എന്നോട് 50,000 രൂപ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയും എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ മോൻ പ്രിയൻ 50,000 രൂപ അയാൾ എവിടെ നിന്നോ ഉണ്ടാക്കി കൊണ്ടുവന്ന് അയാളുടെ മുഖത്തെറിഞ്ഞ് എൻ്റെ മാനം രക്ഷിക്കുകയാണ് ചെയ്തത്. അന്ന് മുതൽ എനിക്ക് മനസ്സിലായി എൻ്റെ മോൻ എൻ്റെ കുടുംബത്തിന് കാവലായി ഉണ്ടാകുമെന്നത്. ഇതുവരെയും അവൻ നിലനിർത്തിയിട്ടുണ്ട്. മറ്റുള്ള രീതിയിൽ കള്ളത്തരത്തിലൊന്നും അവൻ പൈസ സമ്പാദിക്കാറില്ല. പഠിക്കാൻ പോകുന്ന സമയത്ത് അവൻ പാർട്ട് ടൈം ജോലിക്ക് പോയി അവൻ്റെ കോളേജിലെ ഫീസ് അവൻ കെട്ടി ബാക്കിയുള്ള തുക കൊണ്ട് അവൻ കുടുംബം നടത്തുകയും ചെയ്തു. അങ്ങനെ കഷ്ടപ്പെട്ടാണ് അവൻ ഞങ്ങളെയൊക്കെ നോക്കിയിട്ടുള്ളത്. അങ്ങനെ പ്രിയനെ കുറിച്ച് ശോഭ പറയുമ്പോൾ ശോഭയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ്. എന്നിട്ട് പറയാണ്, ഈ ഭക്ഷണത്തിൻ്റെ മുന്നിൽ വെച്ചാണ് പറയുന്നത്, എൻ്റെ മോനെ നല്ലവനായി വളർത്താൻ ഞാനൊന്നും ചെയ്തിട്ടില്ല, അവൻ തന്നെ സ്വയം വളർന്നതാണ്. ഇവൻ എൻ്റെ മകൻ മാത്രമല്ല, എൻ്റെ കൺകണ്ട ദൈവമാണ് എന്നൊക്കെ നിറഞ്ഞുകൊണ്ടാണ് ശോഭ പറയുന്നത്. അപ്പോൾ പ്രിയം പറയണ, അമ്മയ്ക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ, അത്രയ്ക്ക് മര്യാദയാണോ അമ്മ എനിക്ക് തരുന്നത്? അതേടാ. അത് കേട്ടപ്പോൾ പ്രിയം പറയണം, അതല്ലാതെ അടുത്ത എന്തെങ്കിലും ജോലി തരാൻ വേണ്ടി അമ്മ എന്നെ സോപ്പിടുന്നതാണോ? ഒന്ന് പോടാ ചെക്ക, മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് 3 പേരും സന്തോഷത്തോടു കൂടിയാണ് ഭക്ഷണം കഴിക്കുന്നത്. ആ സമയത്താണ് പാർവതിയെ നോക്കി പ്രിയൻ കണ്ണിറുക്കിക്കൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. നല്ല സ്വാദായിട്ടുണ്ട് നീ ഉണ്ടാക്കിയ ഭക്ഷണം എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ പിന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലൊക്കെ ചെയ്യുകയാണ്. ആ സമയത്ത് ദർശനയും ശോഭയും മാത്രമാണ് പുറത്ത് നിന്നും പൂത്തിരി കത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് പ്രിയൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് പ്രിയൻ ദർശനയോട് മാറി നിന്ന് സംസാരിക്കുകയാണ്. അല്ല, പാർവതി എവിടെയെന്ന് ചോദിക്കും. പാർവതി ടെറസിൽ നിന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ശോഭ പറയാണ്, പ്രിയ, ഇവൾ എന്നെ കൊണ്ട് പടക്കം പൊട്ടിപ്പിക്കാനുള്ള പരിപാടിയാണ്, എനിക്ക് ഭയങ്കര പേടിയാണ്, ഇവൾ നിന്നും നീ എന്നെ ഒന്ന് രക്ഷിക്ക്. അപ്പോൾ പ്രിയൻ പറയാണ്, എടി ദർശനെ, നീ അമ്മയെ കൊണ്ട് മുഴുവനും പടക്കവും
പൊട്ടിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അകത്ത് കയറി പോവാണ്. എടാ, നിന്നോട് ഞാൻ ഇവളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ പറഞ്ഞിട്ട് നീ ഇവളുടെ അടുത്ത് എന്നെ ആക്കിയിട്ട് പോവുകയാണോ എന്ന് ചോദിക്കട്ടെ. അങ്ങനെ ദർശന ശോഭയെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അങ്ങനെ പ്രിയൻ പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പാർവതി അവിടെ കമ്പി പൂത്തിരിക്കൊക്കെ കത്തിക്കുന്ന ആ ഒരു ഇതിലാണ്. അപ്പോൾ പ്രിയൻ പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആ കമ്പിപ്പൂത്തിരിയുടെ ആ വെളിച്ചത്തിൽ പാർവതിയെ കാണാൻ ഒരുപാട് ഭംഗിയായിട്ട് പ്രിയന് തോന്നുകയാണ്. അപ്പോൾ കണ്ണെടുക്കാതെ തന്നെ പ്രിയൻ പാർവതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പാർവതി പ്രിയൻ വാങ്ങിച്ചു കൊടുത്ത ആ സാരി എടുത്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് പാർവതി പ്രിയനെ കാണുകയാണ്. വാ പ്രിയൻ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കാട്ടോ. എന്നിട്ട് പാർവതി ചോദിക്കുകയാണ്, അല്ല എങ്ങനെയുണ്ട് ഈ സാരി, എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടോ? പ്രിയൻ ചേട്ടൻ വാങ്ങിച്ചു തന്ന ഈ സാരിയാണ്. പ്രിയൻ ചേട്ടൻ അന്ന് എൻ്റെ നാട്ടിൽ വന്ന സമയത്ത് അവിടുത്തെ ഉത്സവത്തിന് വാങ്ങി തന്ന കമ്മലും ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ പ്രിയനെ അതിൽ കാണുന്ന സമയത്ത്, പാർവതിയെ കാണുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നുകയാണ്. എന്നിട്ട് പ്രിയൻ പറയണേ, നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്, നിനക്കിത് നന്നായി ചേരുന്നുണ്ട്. ഓ പാർവതി പറയണേ, പ്രിയൻ ചേട്ടനും ഈ വേഷത്തിൽ നല്ല ഭംഗിയുണ്ട് പ്രിയൻ ചേട്ടനെ കാണാനും. അല്ല പാർവതി, നീ സാരി എടുത്തിട്ടാണോ അപ്പോൾ പർദ്ദ ഇട്ടിരുന്നത്? സാരിയുടെ പുറത്താണോ നീ പർദ്ദ ഇട്ടിരുന്നത്? ആ അതെ പ്രിയൻ ചേട്ടാ. അല്ല നിനക്കെങ്ങനെ ഇവിടുത്തെ വിഷു ഇഷ്ടപ്പെട്ടോ? ആ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ വിഷു മാത്രമല്ല, ഇവിടെയുള്ളവരെ എല്ലാവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും സംശയം വരുമോ എന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ അമ്മയോടുള്ള ആ സ്നേഹം എനിക്ക് ഇരട്ടിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ അമ്മയുടെ ആ കരുതലും സ്നേഹവും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ പ്രിയം പറയണേ, നീ പർദ്ദയിട്ട് വന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ നിന്നും നിന്നെ എങ്ങനെ രക്ഷിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ നന്നായിട്ട് തന്നെ ടെൻഷനായി നിൽക്കുകയായിരുന്നു. പക്ഷേ നീ എൻ്റെ അമ്മയെ സോപ്പിട്ട് പാർവതി ഉണ്ടാക്കിയ അതേ ഭക്ഷണത്തിൻ്റെ സ്വാദ് എന്നൊക്കെ പറയിപ്പിച്ച് അംഗീകാരം പോലും നീ വാങ്ങിച്ചെടുത്തില്ലേ? അപ്പോൾ പാർവതി പറയണേ, പിന്നെ എന്താ പ്രിയൻ ചേട്ടൻ കരുതിയത് എന്നെക്കുറിച്ച്? ആ കൂടുതലൊന്നും പറയണ്ട, പർദ്ദ ഉണ്ടായത് കൊണ്ടാണ് നീ അമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. ഞാൻ അങ്ങനെ ആരെയും പേടിക്കില്ല, എനിക്കങ്ങനെ ആരെയും ഒരു പേടിയുമില്ല. ആണോ, അങ്ങനെയാണോ? അയ്യോ അമ്മ വന്നല്ലോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി പാർവതി പെട്ടെന്ന് ഞെട്ടിപ്പോണ്. അയ്യോ എവിടെ എവിടെ, എനിക്ക് കാണാനില്ലല്ലോ പ്രിയൻ ചേട്ടാ. ആ നീയല്ലേ പറഞ്ഞത് നിനക്ക് ആരെയും പേടിയില്ല എന്ന്, എന്നിട്ടിപ്പോൾ എന്തുണ്ടായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ പേടിച്ച് വരണ്ടു പോയല്ലോ പാർവതി എന്ന് പറയട്ടോ. അപ്പോൾ രണ്ടുപേരും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. ആ ശരി, എന്നാൽ നമുക്ക് പടക്കം പൊട്ടിച്ചാലോ? അയ്യോ പ്രിയൻ ചേട്ടാ, എനിക്ക് പടക്കം ഭയങ്കര പേടിയാണ്. എനിക്ക് പടക്കം പൊട്ടിക്കുന്ന ആ സൗണ്ട് കേട്ടാൽ പോലും എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് പ്രിയൻ ചേട്ടാ പടക്കം പൊട്ടിക്കണ്ട, നമുക്ക് കമ്പിപ്പൂത്തിരിയും മേശപ്പൂത്തിരിയും ഒക്കെ കത്തിക്കാം. ആ എങ്കിലും എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും പൂത്തിരി കത്തിക്കലും മേശപ്പൂത്തിരി കത്തിയൊക്കെ ചെയ്യാട്ടോ. അപ്പോഴത്തേക്കും പ്രിയൻ പാർവതിയെ ഒന്ന് നോക്കി പോവുകയാണ്. ആ ഒരു വെളിച്ചത്തിൽ പാർവതി ഒരുപാട് സുന്ദരിയായിരിക്കുന്നതിന് തോന്നിപ്പോവുകയാണ്. അങ്ങനെ പ്രിയൻ പാർവതിയെ ഒന്ന് നോക്കി പോവാണ്. അപ്പോൾ രണ്ടുപേരും ഒരേ കളറിലുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. സാരിയും പ്രിയൻ ഇട്ടിരിക്കുന്ന ഷർട്ടും ഒക്കെ ഒരുപോലത്തെ കളറിലാണ് ഇട്ടിരിക്കുന്നത്. ഈ സമയത്താണ് അവിടേക്ക് കൈലാഷ് വരുന്നത്. ഇപ്പോൾ ശോഭയോടും ദർശനയോടും പ്രിയൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ടെറസിലുണ്ട് എന്ന് ദർശന പറയാട്ടോ. ആ ഞാൻ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരാമെന്ന് ശോഭ പറയുമ്പോൾ, വേണ്ട ഞാൻ പ്രിയൻ്റെ അടുത്തേക്ക് ചെന്നോളാം, അപ്പോഴല്ലേ പ്രിയൻ അതൊരു സർപ്രൈസ് ആവൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് പ്രിയൻ്റെയും പാർവതിയുടെയും അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ. അപ്പോൾ അവരാണെങ്കിലോ പ്രിയനും പാർവതിയും കമ്പിപ്പൂത്തിരിയും മേശപ്പൂത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു പടക്കം പൊട്ടുന്നത്. അതിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടതോടുകൂടി പാർവതി പെട്ടെന്ന് പേടിച്ചുകൊണ്ട് പ്രിയനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടാണ് ഇനി കൈലാഷ് വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ കൈലാഷ് പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ്. അപ്പോൾ പാർവതിയാണെങ്കിലോ പ്രിയനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് അറിയാതെ പ്രിയൻ്റെ കൈകൾ ഇങ്ങനെ പാർവതിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ തോന്നിപ്പോവാണ്. അറിയാതെ മനസ്സിലേക്ക് പ്രിയന് പാർവതി ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ പ്രിയന് പാർവതിയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി തോന്നുകയാണ്. അപ്പോൾ പെട്ടെന്ന് പ്രിയൻ കൈ അങ്ങ് താഴേക്ക് വെക്കുകയാണ് കേട്ടോ. പ്രിയൻ പാർവതിയെ കെട്ടിപ്പിടിക്കാതെ ഇത് കണ്ടും കൊണ്ട് കൈലാഷ് നിൽക്കുന്നുണ്ട്. അപ്പോൾ കൈലാഷിനാണെങ്കിൽ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ആ നിൽക്കുന്ന പാർവതി പ്രിയനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഭാവം കാണുന്ന സമയത്ത് വല്ലാത്ത ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് കൈലാഷ് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ കൈലാഷിനെ കണ്ടതോടുകൂടി പ്രിയനെ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ പെട്ടെന്ന് പാർവതിയും പ്രിയനെ അങ്ങ് വിടുകയാണ് കേട്ടോ. എന്നിട്ട് പാർവതി പതർച്ചയോട് കൂടിയാണ് കൈലാഷിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. പ്രിയനും നല്ല പതർച്ചയോട് കൂടിയാണ് കൈലാഷ് സാറിന് ഇനി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിലിട്ടോ. എന്നിട്ട് പ്രിയൻ പതർച്ചയോട് കൂടി പറയാണ്, അത് പിന്നെ സാർ എന്നെ പാർവതി കെട്ടിപ്പിടിച്ചത് ഇവിടെ പടക്കം പൊട്ടി, ആ പടക്കത്തിൻ്റെ സൗണ്ട് പാർവതിക്ക് വല്ലാത്ത പേടിയാണ്, അതുകൊണ്ട് പാർവതി എന്നെ അറിയാതെ കെട്ടിപ്പിടിച്ചതാണ്. അപ്പോൾ കൈലാഷ് അവരുടെ അടുത്തേക്ക് വരുന്നതിൻ്റെ മുന്നേ പാർവതി
പാർവതിയോട് കൈലാഷിനെ കണ്ട ഉടനെ തന്നെ പ്രിയൻ പാറു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പെട്ടെന്നാണ് പാർവതി പ്രിയനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് പാർവതി അവിടെ നിന്ന് മാറട്ടോ. എന്നിട്ട് പാർവതി പ്രിയനോട് പറയണേ, സോറി പ്രിയൻ ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പടക്കത്തിൻ്റെ സൗണ്ട് കേട്ട വല്ലാത്ത പേടിയാണെന്ന്, അതുകൊണ്ട് അറിയാതെ ഞാൻ പ്രിയൻ ചേട്ടനെ കെട്ടിപ്പിടിച്ചതാണ്, എന്നോട് ക്ഷമിക്കണം, സോറി പ്രിയൻ ചേട്ടാ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ കൈലാഷ് കാണുന്നുണ്ട്. അപ്പോഴാണ് പ്രിയൻ ഒന്നും മിണ്ടാതെ കൈലാഷിനെ നോക്കി നിൽക്കുമ്പോൾ പാർവതി അവിടേക്ക് നോക്കുന്നത്. അപ്പോഴാണ് കൈലാഷിനെ കാണുന്നത്. അപ്പോൾ കൈലാഷിനെ കണ്ടപ്പോൾ പെട്ടെന്ന് പാർവതി ഒന്ന് പതറുകയാണ് കേട്ടോ. അങ്ങനെയാണ് അവരുടെ അടുത്തേക്ക് കൈലാഷ് വരുന്നത്. എന്നിട്ട് പ്രിയൻ പതർച്ചയോട് കൂടി പറയാണ്, അത് പാർവതിക്ക് ഈ പടക്കത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പേടിയായതുകൊണ്ടാണ് എന്നെ അറിയാതെ പാർവതി കെട്ടിപ്പിടിച്ചത്. അപ്പോൾ കൈലാഷ് പറയുന്നത്, അതിനെന്തിനാ പ്രിയ നീ ഇങ്ങനെ പതറുന്നത്, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, എനിക്ക് മനസ്സിലായി പാർവതിക്ക് പടക്കത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പേടിച്ചുകൊണ്ട് അറിയാതെ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു, അതിനെന്തിനാണ് പ്രിയ നീ ഇങ്ങനെ പേടിക്കുന്നത്, ഈ പാർവതിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ട് അവൾ പേടിച്ചപ്പോൾ നിന്നെ കെട്ടിപ്പിടിച്ചു, അത്രയല്ലേ ഉള്ളൂ, അതിനിങ്ങനെ ടെൻഷൻ ആവുമൊന്നും വേണ്ട. എന്നിട്ട് കൈലാഷ് പാർവതിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്, അടിമുടി നോക്കുകയാണ്. അപ്പോൾ കൈലാഷ് കൊടുത്തിട്ടുള്ള സാരിയല്ല പാർവതി ധരിച്ചിട്ടുള്ളത് എന്ന് കൈലാഷ് മനസ്സിലാക്കും. കൈലാഷിനോ പറയണം, നല്ല ഭംഗിയായിട്ടുണ്ട് പാർവതി, ഈ സാരി ഏതാണെന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ കൈലാഷ് സാർ എനിക്ക് പ്രിയൻ ചേട്ടൻ്റെ അനിയത്തി ദർശന തന്നതാണ്, ഈ സാരിയിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ പാർവതി താങ്ക്സ് എന്ന് പറയുകയാണ്. താങ്ക്സ് സാർ എന്ന് പറയുമ്പോൾ പാർവതിയുടെ ഭാഷയിലാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൈലാഷിന് പാർവതി ആ താങ്ക്സ് എന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ഒരു സന്തോഷമാവണം. നിഷ്കളങ്കമായി പാർവതി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ, ഞാൻ തന്ന സാരിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി, അല്ല സാർ ദർശനിക്ക് നല്ല നിർബന്ധം പിടിച്ചു ഞാൻ ഈ സാരി എടുക്കണം എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ സാരി എടുത്തത്. അത് കുഴപ്പമില്ല പാർവതി, ഞാൻ വാങ്ങി തന്ന സാരിയേക്കാളും ഭംഗിയുണ്ട് നിനക്ക് ഈ സാരി ചുറ്റിയപ്പോൾ. അല്ല, ഞാൻ വിഷുവായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളെന്താ എനിക്ക് മധുരമൊന്നും തരുന്നില്ലല്ലോ. അയ്യോ സാർ ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞ് പ്രിയൻ താഴേക്ക് അവരെയും കൂട്ടി വരാട്ടോ. അപ്പോൾ പാർവതിയോടും വരാൻ പറയാണ് കൈലാഷ്. അല്ല, ഞാൻ പർദ്ദ ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പാർവതി പർദ്ദ ഇട്ടുകൊണ്ടാണ് താഴേക്ക് വരുന്നത്. അങ്ങനെ പ്രിയൻ്റെ അമ്മ പറയാണ്, ശോഭ പറയാണ്, അല്ല രാവിലെ തന്നെ മോന് വരാമായിരുന്നില്ലേ, ഞങ്ങളെല്ലാം കരുതി വെച്ചിരുന്നു ഇവിടെ, എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, എൻ്റെ മനസ്സ് മുഴുവനും ഇവിടെയായിരുന്നു, പക്ഷേ അമ്മ എന്നോട് പെട്ടെന്ന് അർജൻറ്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മയോടൊപ്പം ഞാൻ പോയത്, എന്നാലും ഞാൻ എത്ര നേരം വൈകിയാലും ഇവിടേക്ക് വരണമെന്ന് തീരുമാനിച്ചതായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. എന്നിട്ട് കൈലാഷ് പായസം കഴിക്കുകയാണ്. എന്നിട്ട് പായസം കഴിച്ചിട്ട് കൈലാഷ് പറയണേ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത്രയ്ക്ക് സ്വാദോട് കൂടിയിട്ടുള്ള പായസം ഞാൻ കഴിച്ചിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് എന്ന് പറഞ്ഞ് അമ്മയെ പുകഴ്ത്തുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ്. എന്നിട്ട് കൈലാഷ് വീണ്ടും ആ പായസം കഴിച്ചിട്ട് പറയണേ, ഇതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്, അമ്മയുടെ കൈപുണ്യത്തിന് വാക്കുകളില്ല പറയാൻ, അമ്മയ്ക്ക് ശരിക്കും ഈ കൈ വെച്ചുണ്ടാക്കിയ ഈ പായസത്തിന് അമ്മയ്ക്ക് ഒരു വളയാണ് ഇട്ട് തരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദർശന പറയണേ, അതിന് കൈലാഷ് സാർ ഇത് അമ്മ ഉണ്ടാക്കിയതല്ല, എൻ്റെ ഫ്രണ്ട് കത്രീന ഉണ്ടാക്കിയതാണ്. ആണോ, കത്രീനയാണോ ഇത് ഉണ്ടാക്കിയത്, കത്രീന ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, അത്രയ്ക്ക് സ്വാദുള്ള പായസം ഞാൻ കഴിച്ചിട്ടില്ല, ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ കൈലാഷ് പാർവതിയെ പുകഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ പാർവതിയുടെ കൂടെ തന്നെയാണ്, ഇവിടെ തന്നെയായിരുന്നു എൻ്റെ മനസ്സ് എന്നൊക്കെ കൈലാഷ് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ പ്രിയന് വല്ലാത്ത സങ്കടമാവാണ്. എൻ്റെ പാർവതിയെ കൈലാഷിന് വിട്ടു കൊടുക്കേണ്ടേ എന്നുള്ള വിഷമത്തിലാണ് പ്രിയൻ നിൽക്കുന്നത്. അപ്പോൾ കൈലാഷ് പാർവതി ഉണ്ടാക്കിയ ആ പായസത്തിൻ്റെ ഗുണം പറയുമ്പോഴും അതിൻ്റെ സ്വാദൊക്കെ പറയുമ്പോൾ തിരിച്ച് നന്ദി പറയുന്നുണ്ട്. അതും കൈകൊണ്ട് ആംഗ്യം കാണിച്ചാണ് പാർവതി നന്ദി പറയുന്നത്. എന്നിട്ട് കൈലാഷ് പാർവതിയെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കുക കേട്ടോ. അതൊക്കെ പ്രിയ വിഷമത്തോടു കൂടിയാണ് നോക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.